ഇറാൻ തലസ്ഥാനം മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം കൊണ്ട് ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം? ഇതാണ് ഇപ്പോൾ ചർച്ച. ഇറാന്റെ തലസ്ഥാനം തെഹ്റാനിൽ നിന്ന് മാറ്റാനുള്ള ആലോചനയിലാണ് ഭരണകൂടം. ഇറാന്റെ തെക്കൻ പ്രദേശമായ മക്രാനിലേക്കാണ് തലസ്ഥാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ജനസാന്ദ്രത, ജലപ്രതിസന്ധി, വൈദ്യുതിക്ഷാമം എന്നിവയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ തെഹ്റാൻ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ചർച്ചയുടെ വിവരങ്ങൾ വരുന്നത്. എന്നാൽ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് മക്രാനിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന്? ഉയർന്ന ജനസാന്ദ്രത, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ജലപ്രതിസന്ധി, അതുപോലെ വൈദ്യുതിക്ഷാമം എന്നിവയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ തെഹ്റാൻ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വികസനം വരുന്നത്. രാജ്യത്തുടനീളമുള്ള വിഭവങ്ങൾ പുനർവിതരണം ചെയ്തതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇറാൻ തലസ്ഥാനം മക്രാനിലേക്ക് തന്നെ മാറ്റാൻ ശ്രമിക്കുന്നത്? ശരിക്കും ഈ ആശയം പുതിയതല്ല എന്നതാണ് വാസ്തവം. നീക്കമൊന്ന് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കാം. 200 വർഷത്തിലേറെയായി തെഹ്റാൻ ഇറാനിന്റെ തലസ്ഥാനമാണ്. ഖജാർ രാജവംശത്തിന്റെ കാലത്ത് വംശത്തിന്റെ ആദ്യ ഭരണാധികാരിയായ ആഖ മുഹമ്മദ് ഖാനെയാണ് ഈ നീക്കം നടത്തിയത്. തെഹ്റാനിൽ നിന്ന് രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് തലസ്ഥാനം മാറ്റാൻ രാജ്യം നോക്കുകയാണെന്ന് ഇറാൻ സർക്കാർ വക്താവ് ഫത്തേമ മൊഹജറാനിയെ ഉദ്ധരിച്ച് വൈനെറ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും ഇറാനിലും ഒമാൻ ഉൾക്കടലിന്റെ തീരത്ത് അർദ്ധമരുഭൂമി തീരപ്രദേശമാണ് മക്രാൻ എന്ന് പറയുന്നത്. ഈ മാറ്റത്തിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കാൻ 2 കമ്മിറ്റികൾ രൂപീകരിച്ചതായും മൊഹജറാനി അറിയിച്ചു. എഞ്ചിനീയർമാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞർ, സാമ്പത്തിക വിദഗ്ധർ എന്നിവരുൾപ്പെടെയുള്ള അക്കാഡമിക് ഉന്നതർ, വിദഗ്ധർ എന്നിവരുടെ സഹായം തേടുകയാണെന്നും പദ്ധതി നിലവിൽ അതിന്റെ പര്യവേക്ഷണ ഘട്ടത്തിലാണ് എന്നും പറയുന്നു. തെഹ്റാൻ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതിനാലാണ് ഇറാൻ ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. വൈനെറ്റ് ന്യൂസ് അനുസരിച്ച് തെഹ്റാൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടും ഉയർന്ന ജനസാന്ദ്രതയോടും പോരാടുകയാണ്. കൂടാതെ ചില തെഹ്റാൻ നിവാസികൾ വൈദ്യുതിക്ഷാമം നേരിടുന്നുണ്ട്. അതേസമയം മറ്റു ചിലർ ജലക്ഷാമവുമായി പൊരുതുകയാണ്. ഇതൊരു അടിയന്തര പ്രശ്നമല്ലെങ്കിലും വിദഗ്ധർ ഇത് പരിശോധിക്കേണ്ടത് നിർണായകമാണെന്ന് മൊഹജറാനിയെ ഉദ്ധരിച്ച് വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. തെഹ്റാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നോക്കുമ്പോൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതും പരിശോധിക്കുന്നുണ്ടെന്ന് മൊഹജറാനി പറയുന്നു. തെഹ്റാൻ ടൈംസ് പറയുന്നതനുസരിച്ച് ഒമാൻ ഉൾക്കടലിന് സമീപമുള്ള മക്രാനും തന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഭാവിയിൽ വാണിജ്യ സമുദ്ര കേന്ദ്രമായി മക്രാൻ മാറിയേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇത് ഇറാന് വ്യാപാരത്തിൽ ഒരു കുതിച്ചുചാട്ടം നൽകുമെന്ന് മാത്രമല്ല, തെഹ്റാനിലെ നിലവിലുള്ള വിവിധ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ 2003 മുതൽ 1000 കിലോമീറ്ററിലധികം തീരപ്രദേശവും ചബഹാർ സ്വതന്ത്ര വ്യാപാര വ്യാവസായിക മേഖലയും വികസിപ്പിച്ചുകൊണ്ട് മധ്യ ഏഷ്യയെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴിയായി മക്രാനെ മാറ്റാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് വീക്ക് പറയുന്നതനുസരിച്ച് ഇറാന്റെ തലസ്ഥാനം തെഹ്റാനിൽ നിന്ന് മാറ്റുന്നത് 2000കളുടെ തുടക്കത്തിൽ മെഹ്മൂദ് അഹമ്മദി നൊജാദിൻ പ്രസിഡന്റായിരിക്കെയാണ് ആദ്യം നിർദ്ദേശിച്ചത്. തെഹ്റാൻ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമായി മുൻ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ മസൂദ് പെസഷ്കിയാന്റെ സർക്കാരും ഈ ഒരു ആശയം പരിശോധിച്ചു വരികയാണ്. വിമർശകർ ഇറാന്റെ തലസ്ഥാനം മാറ്റുന്നതിനുള്ള വിലക്കുകളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരമൊരു നീക്കം തെഹ്റാന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുമെന്നും തകർച്ച പരിഹരിക്കാൻ വർഷങ്ങളെടുക്കുമെന്നും പറയുന്നുണ്ട്. പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. വിമർശകർ ഇറാനിന്റെ തലസ്ഥാന മാറ്റത്തിനുള്ള വിലക്കുകളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അത്തരമൊരു നീക്കം തെഹ്റാന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുമെന്നും ഈ ഒരു തകർച്ച പരിഹരിക്കാൻ വർഷങ്ങളെടുക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇറാൻ തലസ്ഥാനം മക്രാനിലേക്ക് മാറ്റുമോ ഇല്ലയോ എന്നും ഈ ഒരു പ്രക്രിയ എപ്പോൾ നടക്കുമെന്നും ഇപ്പോഴും ആർക്കും അത്ര വ്യക്തമല്ല. എന്നിരുന്നാലും ആഗോള ഉപരോധങ്ങൾക്കിടയിലും വ്യാപാര ബന്ധങ്ങളിൽ ഈ ഒരു സാധ്യതയുള്ള നീക്കത്തിന്റെ ഫലങ്ങൾ രാജ്യത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കാം.